എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസമായിരുന്നു നിമിഷപ്രിയയുടെ ശിക്ഷയുടെ ഡേറ്റ്. എന്തോ ഭാഗ്യം കൊണ്ട് ആ ശിക്ഷയിൽ നിന്നും ഇന്നത്തെ ദിവസം ഒഴിവായി കിട്ടി. ഇനി കിട്ടുന്ന ആ ബ്രീത്തിങ് ടൈമിനുള്ളിൽ മൊത്തം ശിക്ഷയിൽ നിന്ന് മൊത്തം ഒഴിവാകാനുള്ള പ്രയത്നം അനിവാര്യമാണ്. അതിനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ഇതിനുവേണ്ടി രാവും പകലും പ്രയത്നിച്ച പലരും അവരുടെ പ്രയത്നഫലമാണ് ഇന്ന് നിമിഷപ്രിയ ജീവനോടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രിയും ഫോറിൻ അഫേഴ്സും മറ്റു പല പ്രസക്ത വ്യക്തികളും ചേർന്നുള്ള അവരുടെ കൂട്ടായ പ്രവർത്തന ഫലം തന്നെയാണ് ഇന്നത്തെ ദിവസം ആ ശിക്ഷയിൽ നിന്നും നിമിഷപ്രിയ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. എന്തായിരുന്നാലും അത് മൊത്തം ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുന്നവരെയും നമ്മൾ വീണ്ടും ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വളരെ വ്യക്തമായി അറിയാം, ഒരു നല്ലൊരു മിനിസ്ട്രി ഉള്ള രാജ്യമല്ല, ഒരു ഭരണമുള്ള രാജ്യമല്ല യമൻ. തീവ്രവാദികളാൽ ആണ് കൂടുതലും ആ രാജ്യം കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ നമുക്ക് ഇടപെടലുകൾ നടത്താൻ വളരെ അനായാസം സാധിക്കും. അതൊന്നില്ലായിരുന്നിട്ടും പല രീതിയിലും പല മാർഗങ്ങളിൽ കൂടെ അവരുടെ ഇന്നത്തെ ദിവസത്തിൽ നിന്ന് ആ ശിക്ഷാ ദിവസം നിന്ന് ഒഴിവാക്കാൻ സാധിച്ചു. ഏറ്റവും നാം അഭിമാനപുരസ്സരം പറയാവുന്നുള്ളത് ശ്രീ കാന്തപുരം സാഹിബ് അവരുടെ ഇടപെടലും വളരെ പ്രശംസനീയമായി തന്നെ നാം കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള വളരെ അടുത്ത് പരിചയമുള്ള യമനിലുള്ള പണ്ഡിതന്മാരുമായുള്ള ഇടപെടലുകളും ഇന്നത്തെ ശിക്ഷയിൽ നിന്നും നിമിഷപ്രിയയുടെ ദിവസം മാറ്റിക്കിട്ടിയത്. ഇപ്പോൾ പല ആൾക്കാരും, അതായത് പല മതവിഭാഗത്തിലുള്ളവരും പല പാർട്ടിയിലുള്ളവരും മറ്റു ചില സംഘടനയിലുള്ളവരും, അതായത് ചേരിതിരിഞ്ഞ് നിമിഷപ്രിയയുടെ വിധിയെക്കുറിച്ചും അതിൽ ഇടപെട്ടവരെ കുറിച്ചുമൊക്കെ നല്ലതും പറയുന്നു, നല്ലതല്ലാത്ത കാര്യങ്ങളും പറയുന്നു. ഒരു തെറ്റ് ചെയ്യുന്ന ആൾ ശിക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ സത്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവരെ ശിക്ഷിക്കുന്നത്. അത് ഏത് രാജ്യത്തായിരുന്നാലും ആ രാജ്യത്തിൻ്റെ ഭരണക്രമം അനുസരിച്ചായിരിക്കും അവരുടെ ശിക്ഷ നടപ്പാക്കുക. അവിടെ ശരിയും തെറ്റുമൊന്നും ആരും നോക്കാറില്ല, പ്രത്യേകിച്ച് അറബ് നാടുകളിൽ. ഇനിയെങ്കിലും നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് പറയാനുള്ളത്, ഓരോ
ആൾക്കാരും എന്തെങ്കിലും പറഞ്ഞ് പരസ്പരം ചെളി വാരി എറിയുന്ന ആ ഒരു സ്വഭാവം നിർത്തുക. നിമിഷപ്രിയയുടെ ശിക്ഷ ഒഴിവാക്കരുത്, അവർ ശിക്ഷിക്കപ്പെടണം എന്ന് ഒരു കൂട്ടർ. അവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, ശിക്ഷയിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടണം വേറൊരു കൂട്ടർ. ഇതിനെല്ലാം ഉപരി തങ്ങളാണ് എല്ലാം ചെയ്തെന്ന് വരുത്തി തീർക്കാനായി പ്രൊപ്പഗണ്ട നടത്തുന്ന വേറൊരു കൂട്ടരുമുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ സത്യം എന്താണെന്നറിയില്ല. സത്യം അറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കണം. പക്ഷെ സത്യം അറിയുന്നത് വരെ നിമിഷപ്രിയ ജീവിച്ചിരിക്കണം. അതാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തം എങ്ങനെ ഉണ്ടായി, ഏത് രീതിയിലുണ്ടായി എന്നാരും ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ നിൽക്കില്ല. കാരണം ഉണ്ടായ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അന്വേഷിക്കാതെ അതിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനാണ് സാധാരണയായി നാം എല്ലാം ശ്രമിക്കാറുള്ളത്. അതിൻ്റെ ബേസിൽ മാത്രമാണ് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഈ ലോകത്തുള്ള മലയാളികൾ അങ്ങേയറ്റം ഈശ്വരനോട് പ്രാർത്ഥിച്ചത്. പലരും ഈ ഒരു ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. അത് അവർക്ക് ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ഇതിൽ ജാതിയും മതവും കലർത്താതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റല്ല ഇത്. ഏത് ജാതിയിലും ഏത് മതത്തിലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ മനുഷ്യരാണ്. കാന്തപുരം സാഹിബ് പറഞ്ഞു, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യത്വപരമായ കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. അവിടെ മതത്തിനും ജാതിക്കും രാജ്യത്തിനും ഒരു വ്യത്യാസവും കാണാൻ ശ്രമിക്കരുത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നിമിഷപ്രിയ ഈ ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി അവർക്ക് അവരുടെ ശിക്ഷ ഒഴിവാക്കി കിട്ടുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരിക്കണം. ആ കോൺഫിഡൻസ് സത്യമായി ഭവിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇതിൽ ഇന്നത്തെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച എല്ലാവർക്കും വേണ്ടി, അവരുടെ കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും. ഒപ്പം നിമിഷപ്രിയയുടെ ശിക്ഷയിൽ നിന്നും അനായാസം ഒഴിവാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.